നമസ്കാരം ബിഗ് ബോസ്. ഇന്ന് കോയിൻസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് കിട്ടിയത് ജിസേലിനും അതേപോലെ തന്നെ ഷാനവാസിനുമാണ്. അപ്പം ഇവരിൽ ഒരാളെ നേരിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പം ഇന്നത്തെ പ്രകടനമൊക്കെ വെച്ച് ഷാനവാസിന് അകപ്പാടെ ജിഷിനും അനുമോളും മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. അതിനൊക്കെ വലിയ യുദ്ധമൊക്കെ നടന്നതിന് ശേഷമാണ് സംഭവം ഉണ്ടായത്. അപ്പം ജിസേലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റിയാസിന് നേരിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു. അത് ഒനീലിനെയാണ് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ആര്യൻ, ആദില, ലക്ഷ്മി, ഇവരിൽ മൂന്നിൽ നിന്നോ ഒരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു. ഇതെല്ലാം ക്യാപ്റ്റൻസിയിലേക്കാണ്. അപ്പോൾ ഒരു ലേഡി വരണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും ആദിലെ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ഉള്ള സ്റ്റാർസ് കിട്ടിയത് റെന ഫാത്തിമയും നമ്മുടെ പാവം പിടിച്ച സാബുമാനുമായിരുന്നു. സാബുമാൻ പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഭയങ്കര ടഫായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാബുമാൻ്റെ ആ ഒരു അകത്തോട്ട് നോക്കിയുള്ള നിപ്പും വളരെ വിഷമത്തിലുള്ള നിപ്പും നിവിൻ ചെന്ന ഇത് ചിപ്സൊക്കെ കൊടുക്കുന്നതും അങ്ങനെ വളരെ എന്തോ ഒരു പനിഷ്മെന്റ് ശരിക്കും പറഞ്ഞാൽ സാബുമാന് കൊടുത്ത പോലെ ആയിപ്പോയി. നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് തന്നെ സാബുമാന്റെ വോട്ട്സ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം സാബുമാൻ ഇപ്രാവശ്യം എന്തായാലും സേഫ് ആവാനാണ് സാധ്യത. കാരണം പുള്ളിക്ക് അതുപോലൊരു ദയനീയമായ ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനാണ് പുള്ളി. ഇതിലൊന്നും സത്യത്തിൽ വരേണ്ട ആളൊന്നുമല്ല, അതിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവെന്നുള്ളൊരു മനുഷ്യനല്ല. പക്ഷെ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം റെന ഫാത്തിമയാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം റെന ഫാത്തിമയുടെ എല്ലാം ഫേക്ക് ആയിട്ടായിരുന്നു. ദിവ്യഗർഭം അതുപോലെ എല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം എല്ലാവരും ജയിലിലേക്ക് റെന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്തു. അതേപോലെ തന്നെ അനീഷിനും അനുമോൾക്കും എന്ത് വരുന്നത്, അനീഷ് നമ്മളെ ഇറിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ അത്ര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട്. അതായത് ഭയങ്കരമായിട്ട് നമ്മളെ പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ പറയുന്ന പുള്ളിയുടെ രീതി തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ചുമ്മാ സമയം കളയുന്നൊരു തോന്നൽ കണ്ടിരിക്കുന്ന നമുക്ക് പോലും തോന്നിപ്പം. അതേപോലെ തന്നെ അനുമോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. അനുമോളെ പ്ലാച്ചി പോയതാണോ എന്താ സംഭവം എന്നറിയില്ല. അനുമോൾ ആകെ ഡൗൺ ആണ്. ഇന്നലെയൊക്കെ സുഖമില്ല എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അനുമോൾ ആകെ ഡൗൺ ആണ്. അനുമോളുടെ മുഖത്തൊരു സന്തോഷമില്ല. അനുമോൾ എപ്പോഴും മൂടിയായിട്ട്, അനുമോളെ സത്യം പറഞ്ഞാൽ ഇന്ന് അനുമോളെയാണ് നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടുന്ന അവസ്ഥയാണ്. കാരണം അനുമോളെ നമുക്ക് അതിനകത്തൊന്നും കാണാനേ ഇല്ല. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ അഭിലാഷിന്റെ വക ബാക്കി എല്ലാവരുടെയും അക്ബറിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് വല്ലാത്ത ട്രിഗറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ നെവിൻ ഭയങ്കര പ്രശ്നമായിരുന്നു. നെവിനെ ഒന്നും അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ നെവിനാണ് അതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ ഷോ കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആകെപ്പാടെ ഒരു രസവും തമാശ. രാവിലെ ജിസേല് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെക്കിങ് ഉണ്ടായിരുന്നു എല്ലാവരെയും. അതേപോലെ തന്നെ ആ സമയത്തൊക്കെ നെവിൻ നല്ല രസകരമായിട്ടാണ് നിന്നത്. അതേപോലെ ഓരോരുത്തർക്കും കൊടുക്കുന്ന മറുപടിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും. അപ്പം ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. കാണാം. ഇന്ന് വളരെ രസകരമായിരുന്നു, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.